അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നതനുസരിച്ച്. അപ്പം നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് കമ്പാരറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ഫസ്റ്റ് മോഡ്യൂളിലെ നിങ്ങൾ ഈ മോഡ്യൂൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, എന്താണ് മോഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം പ്രെസിഷൻ എന്താണ്, ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് എന്താണ്, ലീനിയർ മെഷറിങ് എന്താണ്. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. അത് നോക്കി പഠിക്കാത്തവർ യൂട്യൂബിൽ കയറി വീണ്ടും നോക്കുക. നമ്മൾ വെർനിയർ കാലിപ്പർ പറഞ്ഞു, നമ്മൾ സ്ക്രൂ ഗേജ് ആണ് അതിൽ വീഡിയോ ഇടാത്തത്. സ്ക്രൂ ഗേജ് എനിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് മെറ്റീരിയൽ ഞാൻ അയച്ചിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഇതേ സാധനം തന്നെ ഹൈറ്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈറ്റ് ഗേജ് നമുക്ക് സാധാ വെർനിയർ ഗേജിൽ ഹൈറ്റ് അളക്കാം. നമ്മൾ ഏകദേശം ഇവിടം വരെ ഒരു ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഗേജസ് ആയിരുന്നു, പ്ലഗ് ഗേജ്, റിംഗ് ഗേജ്, സ്നാപ്പ് ഗേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ഗേജസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക് തന്നെയാണ്. എല്ലാവരും അത് ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ് യൂട്യൂബിൽ ഈ പോർഷനായിരുന്നു, മൂന്നാമത്തെ ക്ലാസ് ഈ പോർഷനായിരുന്നു. നമ്മൾ ഇന്ന് ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. കമ്പാരറ്റേഴ്സ് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. കമ്പാരറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നാണ് നോക്കേണ്ടത്. കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കെന്താണ്? കമ്പയർ മീൻസ് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയി കമ്പയർ ചെയ്യുന്നത് എന്താണ്? താരതമ്യം ചെയ്തതിന് ശേഷം ഏതാണോ നമ്മൾ താരതമ്യം ചെയ്യാൻ എടുത്തത് അതുമായിട്ടുള്ള ഡിഫറൻസ് നോട്ട് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ്, ഇന്ന ഒരു ജോലി ചെയ്യുന്ന, ഉദാഹരണത്തിന് വെൽഡിങ് ചെയ്യുന്ന ഒരാളുടെ ശമ്പളം 5000 രൂപയാണ്. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വേറൊരിടത്ത് 4500 ആണെങ്കിൽ 500 രൂപ കുറവാണ്, വേറൊരിടത്ത് 5500 ആണെങ്കിൽ 500 രൂപ കൂടുതലാണ്. ഇവിടെ 5000 എന്ന് പറഞ്ഞിട്ട് എന്താണ്? കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബെഞ്ച് മാർക്ക്. അതിന് മുകളിലേക്കോ താഴേക്കോ. ഇൻസ്ട്രുമെന്റിലും അങ്ങനെ തന്നെ ഒരു മെത്തഡോളജി യൂസ് ചെയ്യുന്നു. അതാണ് കമ്പാരറ്റേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യും. പൊതുവെ ഇത് ചില സമയങ്ങളിൽ പ്രൊഡക്ഷൻ ലൈനുകൾ പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറയുമ്പോൾ ഒരേ കോമ്പോണന്റിന്റെ ഒരുപാട് എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈനുകൾ കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അളക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ, മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ കാലിബ്രേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് 2 മില്ലിമീറ്റർ അളക്കുമ്പോൾ 2 മില്ലിമീറ്റർ തന്നെയാണോ വരുന്നത് റിയാലിറ്റി കാണിക്കുന്നത്? അതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലൊരു സ്കെയിൽ ഉണ്ട്, ആ സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്പം പോസിറ്റീവ് ഇതായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല. പക്ഷെ അല്ലാതെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്പ്രിങ് ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഒക്കെ സ്റ്റിഫ്നെസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് റീഡിങ് തരില്ല. അപ്പോൾ അതിനെ കറക്റ്റ് റീഡിങ് തരാൻ പ്രാപ്തമാക്കുന്നതിനെയാണ് ഇറ്റ്സ് കോൾഡ് കാലിബ്രേഷൻ. ഓക്കെ, അത് കാലിബ്രേറ്റഡ് ചെയ്തപ്പോൾ ഒരു എക്യുപ്മെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ലാസ്റ്റ് കാലിബ്രേറ്റഡ് എന്നതിനകത്ത് പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടോ. So the calibration frequency should be so close actually. You should not have a long calibrated one. For example, you cannot use something which was calibrated 10 years back. 10 വർഷം മുമ്പ് കാലിബ്രേറ്റ് ചെയ്ത് ഇപ്പോൾ എടുത്ത് അളക്കാൻ പറ്റില്ല. So there will be a possible mistake. So നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് എടുത്ത് പുറകെ നോക്കിയാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും, when did it last calibrated. ഇങ്ങനെ ലാസ്റ്റ് കാലിബ്രേറ്റ് ചെയ്യാനും വേണ്ടി കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യും. കമ്പാരറ്റേഴ്സിന്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ചാനലിൽ എല്ലാ വീഡിയോ ഉണ്ട്. ഞാൻ അതിൽ എല്ലാ വീഡിയോയും അനിമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാനുള്ളതുള്ളൂ. ഞാൻ ഈ മെറ്റീരിയൽ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളിത് ടെക്സ്റ്റ് ഉള്ളവർ ഇതേ ടെക്സ്റ്റ് തന്നെ വായിച്ചു നോക്കുക മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ. പക്ഷെ ഇതിനകത്ത് ടെക്സ്റ്റ് ഇതെല്ലാം ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് മനസ്സിലാക്കലാണ്, കൺസെപ്റ്റ് മനസ്സിലാക്കലാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ് ആക്ച്വലി. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇത് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും മനുഷ്യരല്ലേ. So comparators are generally classified into 4 types. So mechanical comparators, electrical comparators, optical comparators, pneumatic comparators. But നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ you got an idea, right? Mechanical comparators എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഷീൻ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് വഴി വർക്ക് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ കമ്പാരറ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മെഷർ ചെയ്ത് അതിനെ
അളക്കാൻ ഉപയോഗിക്കുന്നത്. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വേവ്സിനെ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത്. ന്യൂമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പ്രഷർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സ്. ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സ് വളരെ പോപ്പുലറാണ്. ഇത്തരം മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സ് ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സ് ആണ് ഏറ്റവും അധികം പോപ്പുലർ. ഇപ്പോൾ ഇലക്ട്രോണിക് കമ്പാരേറ്റേഴ്സ് കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡിജിറ്റൽ ടൈപ്പ് ഓഫ് കമ്പാരേറ്റേഴ്സ് ആണ്. നമുക്ക് ആദ്യം മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സിലേക്ക് കിടക്കാം. മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സ് 3 തരം മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഡയൽ ഇൻഡിക്കേറ്റർ, 2 റീഡ് ടൈപ്പ് കമ്പാരേറ്റർ, മൂന്നാമത്തേത് സിഗ്മ കമ്പാരേറ്റർ. ഇതിൽ ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചപ്പോൾ ഗേജസ് പഠിച്ചപ്പോൾ ഡയൽ ഗേജ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ഡയൽ ഗേജ് ഇസ് നത്തിങ് ബട്ട് ഡയൽ ഇൻഡിക്കേറ്റർ. രണ്ടും ഒന്ന് തന്നെയാണ്. ബേസിക്കലി എന്താണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലഞ്ചർ ഉണ്ടാവും, ഒരു സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചർ ഉണ്ടാവും. ആ സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചറിൽ ഇതൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം മൂവ് ചെയ്യും. ഞാൻ പറഞ്ഞിരുന്നു, ഇതൊന്ന് ഫുൾ മൂവ് ചെയ്യുമ്പോൾ 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി മൂവ് ചെയ്യുമ്പോൾ 2 മില്ലിമീറ്റർ ആണ്, 3 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1 മില്ലിമീറ്റർ കഴിയുമ്പോൾ ഈ ചെറിയ സൂചി 1ലേക്ക് വരും. പിടിയിട്ട് 1 യൂണിറ്റ് ഇങ്ങോട്ട് കിടക്കും. നിങ്ങൾക്ക് 1.5 എന്ന് പറഞ്ഞാൽ ഈ വലിയ സൂചി 50-ലായിരിക്കും. ചെറിയ സൂചി ഓൾറെഡി 1-ന്റെയും 2-ന്റെയും നടുക്കായിരിക്കും. മനസ്സിലായില്ലേ? 0.5 മില്ലിമീറ്റർ നടുക്കരുത്. നിങ്ങൾ ഇതിനകത്ത് വരുന്ന ഇതൊരു തരം വെർണിയർ സ്കെയിൽ പോലെയാണ്. മറ്റേ ഇതൊരു മെയിൻ സ്കെയിലും, ചെറുത് മെയിൻ സ്കെയിലും പോലെ. മനസ്സിലായോ? ഇത് ബേസിക്കലി ഇവിടെ വർക്ക് ചെയ്യുന്ന എന്താണ്? ഇതൊരു ഗിയർ ആണ്. റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നൊരു സെറ്റപ്പാണ്. റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൂവ്മെന്റ് ഉള്ള ഒരു ഗിയർ ആണ് റാക്ക്. പിനിയൻ എന്ന് പറയുന്നത് ഒരു ഗിയറിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ് പിനിയൻ. ഇനി ഇത്തരം വാക്കുകളൊക്കെ നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരുപാട് കേൾക്കും. റാക്ക് ആൻഡ് പിനിയൻ അതായത് ഒരു വെർട്ടിക്കൽ മോഷന് ഒരു ഹൊറിസോണ്ടൽ മോഷൻ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിലിങ്ങനെ കട്ടുണ്ട്, ഇങ്ങനെ ഇവിടെ ഇതേപോലത്തെ കട്ടുണ്ട്. ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും പോകുമ്പോൾ എന്താണ്? ഇത് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇത് ഇങ്ങനെ സ്വിൻഡിൽ ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിൽ ഒരു ഗേജ് വർക്ക് ചെയ്യുന്നത്. പലതരം ഡിസൈനുകളുണ്ട്. ചില സമയങ്ങളിൽ മാഗ്നിഫിക്കേഷൻ, ഈ അറേഞ്ച്മെന്റുകൾ ചില സ്ഥലങ്ങളിൽ മാറിയിരിക്കും. പക്ഷെ ബേസിക്കലി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രഷർ വരുമ്പോൾ ഇവിടെ ഒരു വാല്യൂ വരും. അതിന്റെ ഇന്നർ ഒരു ഗിയർ മെക്കാനിസം വഴിയാണ് ഇതിന്റെ ഇന്റീരിയർ കാണുന്നത്. ഇപ്പൊ ഗിയർ മെക്കാനിസം നിങ്ങൾ ഗിയർ പഴയ ഏതെങ്കിലും വാച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗിയറുകൾ, പ്ലാനറ്ററി ഗിയർ സിസ്റ്റം, റിവേർട്ടഡ് ഗിയർ സിസ്റ്റം, അങ്ങനെ പലതരം ഗിയർ സിസ്റ്റങ്ങളുണ്ടാവും. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വർക്ക് പീസ്, ഇതുപോലെ ഒരു വർക്ക് പീസ്, ഇത്രയും ഹൈറ്റുള്ള ഒരു ബ്ലോക്ക്, നത്തിങ് ബട്ട് എ ബ്ലോക്ക്. ഇതിന്റെ ഹൈറ്റ് 80 മില്ലിമീറ്റർ ആണ്. മനസ്സിലായോ? ഈ 80 മില്ലിമീറ്റർ ഉള്ള സാധനം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ എത്രയാണ് ഞാൻ പറഞ്ഞു, ടോളറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. കൃത്യം 80 എല്ലാവരും ഉണ്ടാക്കില്ല. 80 കുറയാം, 80 കൂടാം. അതായത് എത്രത്തോളം വരെ അനുവദനീയമാണ്, 80 കൂടുതൽ എത്ര വരെ പോവാം, 80 കുറവ് എത്ര വരെ താഴാം എന്ന് ലിമിറ്റ് വെക്കുന്നതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അതിന്റെ ടോളറൻസ്, സഹിക്കാവുന്ന ഏരിയ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ പറ്റില്ല, സ്ലിപ്പ് ഗേജ് എന്താണെന്ന് 40-50 മില്ലിമീറ്ററിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് കട്ടകളാണ് സ്ലിപ്പ് ഗേജ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞത്, 40 തോന്നുന്നു. ഇപ്പൊ 40 മില്ലിമീറ്റർ ആണെങ്കിൽ 40 മില്ലിമീറ്ററിന്റെ ഒരു സ്റ്റാൻഡേർഡ് സ്ലിപ്പ് ഗേജ്. സ്ലിപ്പ് ഗേജിലെ എറർ തീരെ കുറവാണ്, ഒട്ടുമില്ല. ഇതിലെ 40 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്യുറസി ഏറ്റവും അടുത്താണ്. ആ 40-ല് നിങ്ങൾ ഈ ഡയൽ ഗേജിന്റെ ഈ ടവറിലെ ഈ സാധനം, ഈ പില്ലർ കൊണ്ടുവന്ന് ഈ ഡയൽ ഇൻഡിക്കേറ്റർ മൂവ് ചെയ്ത് ഈ 40-ന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക്. മനസ്സിലായോ? സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ സാധനത്തെ അതേപടി ഇത് മാറ്റി, ഒന്നെങ്കിൽ ഇതിനെ അതേപടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ വർക്കിന് ഇവിടെ കൊണ്ടുവന്ന് നോക്കുക, ഒറിജിനൽ എന്താണ് മെഷർ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന്റെ മുകളിലൂടെ ഇതിങ്ങനെ പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ മറ്റേതിലും താന്നോ മുകളിലോ ഇരിക്കുകയാണെങ്കിൽ ആ വാല്യൂ 40-ന് വരെ 39 ഉള്ളെങ്കിൽ ഇത് താഴേക്ക് വരും, നെഗറ്റീവ് വാല്യൂ വരും. അതല്ല 40-ന് വരെ 42 ആണെങ്കിലോ ഇത് 1 റൊട്ടേറ്റ് ചെയ്യും, 2 റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ 42.5 ആണെങ്കിൽ ഇത് 1 ഫുൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇത് ഒരു യൂണിറ്റ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടും. പിന്നെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടും. പിന്നെ ഇവിടെ 50 വന്ന് നിൽക്കും. അപ്പൊ 2 കഴിഞ്ഞ് 3-ന്റെ ഇടയിലായിരിക്കും ഈ ചെറുത് പിടികിട്ടുക, ചെറിയ ഡയല്. ഇത്
50-ലായിരിക്കും. അപ്പോൾ 2.5, അതായത് 40-ന് പകരം 42.5 ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് മെക്കാനിക്കൽ ഡയൽ ഇൻഡിക്കേറ്റർ കേട്ടോ. ഇപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് മെക്കാനിക്കൽ കമ്പാരേറ്ററിലെ ഡയൽ ഇൻഡിക്കേറ്റർ. അടുത്തത് റീഡ് ടൈപ്പ് കമ്പാരേറ്റർ. റീഡ് ടൈപ്പ് കമ്പാരേറ്റർ ഓൺവേർഡ്സ് നമുക്ക് ഇനി ഇതിൻ്റെ അനിമേഷൻ നമുക്ക് പഠിക്കണം. റീഡ് ടൈപ്പ് കമ്പാരേറ്റേഴ്സ്, റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചെറിയ എന്താ പറയാ, ചെറിയ ഇത്തരം ഈ റീഡ് ടൈപ്പ് കമ്പാരേറ്ററിൽ എന്താണ് ചെയ്യുന്നത്, ഇതുപോലെ രണ്ട് മെറ്റാലിക് പീസുകളുണ്ട്. 2 ഹൊറിസോണ്ടലും 2 വെർട്ടിക്കലും. മനസ്സിലായോ? നമുക്ക് ഒരുപാട് കമ്പാരേറ്റേഴ്സ് ഉണ്ട്. റീഡ് ടൈപ്പ് ഉണ്ട്, സിഗ്മ ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. നമുക്ക് ഇത്തവണ നമുക്ക് റീഡ് മാത്രം എന്താണെന്ന് പഠിക്കണം. എന്താണ് റീഡ് ടൈപ്പ് കമ്പാരേറ്റേഴ്സ്? റീഡ് ടൈപ്പ് കമ്പാരേറ്റേഴ്സിൽ ഇവിടെ മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു മെക്കാനിക്കൽ മോഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 റീഡുകളുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റീഡ്, ഒന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ള റീഡ്. ഇനി വേറൊരു കാര്യം, ഒരു സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നമ്മൾ കട വാങ്ങിക്കുന്ന സ്റ്റേഷനറി, അതായത് അതർ മീനിങ് ഓഫ് സ്റ്റേഷനറി, സ്റ്റാൻഡ്, അനങ്ങാതെ മൂവ് ചെയ്യാൻ നിൽക്കുന്നതിന് സ്റ്റേഷനറി എന്ന് വിളിക്കുന്നത്. ആ ബ്ലോക്കാണ് ഈ കാണുന്ന സാധനം. നിങ്ങളുടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നതിൻ്റെ ഇടതുവശത്ത് കാണുന്നു, ഇത് സ്റ്റേഷനറിയാണ്. ഈ 2 റീഡുണ്ട്, 2 സ്റ്റേഷനറി ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഒരു പ്ലഞ്ചർ ഉണ്ട് കേട്ടോ. ഈ പ്ലഞ്ചറിന്റെ ഈ റീഡിന്റെ അറ്റത്തൊരു പോയിന്റർ ഉണ്ട്, ഇവിടെ ഒരു സ്കെയിലുണ്ട്. നമ്മളിത് എത്രയാണെന്നുള്ള മെഷർമെന്റ് ആണ്. മനസ്സിലായാലും എത്ര ബേസിക്കലി നമുക്കറിയാലോ, ഇവിടെ 2 മില്ലിമീറ്റർ പൊങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 2 മില്ലിമീറ്ററിന് കാണിക്കണം പൊങ്ങിയ ദൂരം എത്രയാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്, ബേസിക്കലി ഈ സ്റ്റേഷനറി എ എന്ന് പറയുന്ന സ്റ്റേഷനറി ബ്ലോക്ക്, ഫിക്സ്ഡ് ബ്ലോക്ക് എന്നോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എന്ന് പറയും. ഇത് ഫ്ലോട്ടിംഗ് ആണ്, ബി ഫ്ലോട്ടിംഗ് ആണ്. ഇത് ഫിക്സ് എന്നോ സ്റ്റേഷനറി എന്നോ പറയും. ഇത് മൂവബിൾ ആണ്, ബി മൂവബിൾ ആണ്, ഈ റീഡ് മൂവബിൾ ആണ്. കണ്ടോ, ഇവിടെ ഇടുന്നുണ്ടോ? ഇനി ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ബ്ലോക്കിൽ നിങ്ങൾ മെഷർ ചെയ്യും. മെഷർ ചെയ്തിട്ട് ഒറിജിനൽ ഏതാണ് മെഷർ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്ലിപ്പ് ഗേജ് ഉപയോഗിച്ച് നിങ്ങൾ സാധനം സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഒറിജിനൽ ഏതാണ് മെഷർ ചെയ്യേണ്ടത് അത് അവിടെ കൊണ്ടുവന്നിട്ട് അത് ഇതിന്റെ ഈ സാധനം, ഈ പ്ലഞ്ചർ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് ഫ്ലോട്ടിംഗ് ആണ്. ഇത് ഒന്നെങ്കിൽ താഴേക്ക് വരാം, അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് പോകാം. ഇത് നിങ്ങൾ 40-ന് വരെ 42 ഉണ്ടാക്കണമെങ്കിൽ ഇത് മുകളിലേക്ക് പോകും. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് കണ്ടോ, ഇത് സ്റ്റാൻഡേർഡ് സാധനം ഇങ്ങനെ കൊണ്ടുവരും. സ്റ്റാൻഡേർഡ് സാധനം കൊണ്ടുവന്നിട്ട് എന്താണോ അളക്കാണ്ടോ അതിന്റെ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്ന് ഇതിനെ 0 സെറ്റ് ചെയ്തങ്ങ് വെക്കും. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന്റെ നമ്മൾ എന്തിനാണോ മെഷർ ചെയ്യേണ്ട വർക്ക് പീസ് അത് അത്ര ഐഡിയൽ അല്ല. കണ്ടില്ല എങ്ങനെയൊക്കെ ഇരിക്കും. മനസ്സിലായോ? ഇതിന്റെ റിയൽ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പിടികിട്ടും. മനസ്സിലായോ? ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ 0 ആക്കി വെക്കുക. അതിനുശേഷം ഏതിനെയാണോ മെഷർ ചെയ്യേണ്ടത് അതിനെ കൊണ്ടൊന്ന് ആക്ച്വൽ ആയിട്ട് മെഷർ ചെയ്യുക. പിടികിട്ടിയോ? ഇത് നിങ്ങൾക്ക് റീഡ് കോമ്പറേറ്റർ എന്ന് പറയാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കിട്ടും. A.2 വിൻഡോ എന്ന് പറയുന്ന ചാനലുകാരാണ് അവര്. ഇതിന്റെ 6 വീഡിയോസ് ഉണ്ട്. നമുക്ക് ഇതിൽ മലയാളത്തിൽ ഞാനത് പറഞ്ഞു തരാം എന്താണെന്ന സംഭവം. അപ്പം ഇതാണ് റീഡ് ടൈപ്പ്. ഇതിന്റെ പടം ഇവിടെ ഉണ്ട്. A, B ഡയല്, ഔട്ട്പുട്ട് ഇവിടെ വരും. 1 മില്ലിമീറ്റർ ആണ് നിങ്ങൾക്ക് ഇവിടെ പോയതെങ്കിൽ ഇത് ഫിക്സഡ് നമ്പർ. നിങ്ങൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടിയിട്ട് പെട്ടെന്നൊരു ഐഡിയ കിട്ടില്ല. ഇതിനകത്ത് റീഡ് കണ്ടോ, ഇതൊരു റീഡ്, ഇതൊരു റീഡ്, ഇതൊരു റീഡ്, ഇതൊരു റീഡ്. മനസ്സിലായില്ലേ? ഇതൊരു ബ്ലോക്ക്, ഇതൊരു ബ്ലോക്ക്. 11 ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു, ഇത് മൂവ് ചെയ്തിരിക്കുന്നു. മൂവ് ചെയ്യുന്നതിന്റെ ഇത് വരുന്നതോറും എഗെയിൻസ്റ്റ് ഫിക്സ്ഡ് ഇത് ടിൽറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ആ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. It is this type of comparators have sensitives in order of 0.25 into 10⁻³ millimeter per scale division. സെൻസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്ര മാറ്റം വരുമ്പോൾ ഇതിന് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു മൈക്രോൺ എന്താണ്. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0001 1/1000 ഓഫ് എ മില്ലിമീറ്റർ. ഒരു മില്ലിമീറ്ററിന്റെ 1000-ൽ-1 ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. ഒരു മൈക്രോണിന്റെ 0.25 ടൈംസ്, അതായത് 1/4 മൈക്രോൺ വരെ ഉള്ള വേരിയേഷൻ. നിങ്ങൾ ആ നേരത്തെ ഇങ്ങനെ ഇങ്ങനെ ഈ മൊത്തം ഇങ്ങനെ കത്തിക്കളച്ചിട്ട് റിയാലിറ്റി അങ്ങനെ ആയിരിക്കില്ല. പിടിയിട്ടില്ലേ? റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ നിങ്ങൾ ദൂരം നോക്കുമ്പോൾ അത്രയും റഫായിട്ട് കാണില്ല. പക്ഷെ നിങ്ങളൊരു ലെൻസ് എടുത്ത് നോക്കുമ്പോഴാണ് ഇത് റിയാലിറ്റി മനസ്സിലാവും. ഫുള്ള് ഇങ്ങനെ കയറി ഇറങ്ങി. ഇപ്പൊ നിങ്ങൾ മെഷീൻ ചെയ്തൊരു ബ്ലോക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് മെഷീൻ നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ദൂരം നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ നിങ്ങളതൊരു മാഗ്നിഫൈ ലെൻസിലെടുത്ത് നോക്കുമ്പോഴായിരിക്കും അതിന്റെ സർഫസിൽ ഫുൾ ഇറഗുലാരിറ്റി ഉണ്ടാവും. ആ ഇറഗുലാരിറ്റിയുടെ സെൻസിറ്റീവ്നെസ് 0.25 × 10⁻³ മില്ലിമീറ്റർ വരെ ഇതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ റീഡ് ടൈപ്പ് മെക്കാനിക്കൽ കമ്പറേറ്റർ എന്ന് പറയുന്നത്. കമ്പറേറ്ററിൽ ഇപ്പോൾ 2 നമ്മൾ പറഞ്ഞു. ഒന്ന് ഡയൽ ഇൻഡിക്കേറ്റർ, പിന്നെ റീഡ് ടൈപ്പ്. മൂന്നാമത്തെയാണ് സിഗ്മ കമ്പറേറ്റർ. സിഗ്മ കമ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മെക്കാനിക്കൽ കമ്പറേറ്റേഴ്സ് ആണ്. സിഗ്മ ഇതില് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 500 to 1000, 500 മുതൽ 1000 ഇരട്ടി വരെ മാഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അതായത് മാഗ്നിഫിക്കേഷൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 മില്ലിമീറ്റർ വേണ്ട, 1 മില്ലിമീറ്റർ ആണ് ഇവിടെ 500 മില്ലിമീറ്റർ ഇൻ റിയൽ. പിടിയിട്ടില്ല? നമ്മളിതിനെ പല ഡിവിഷനാക്കി തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ 10 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 0.1 മില്ലിമീറ്റർ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു 3-4 സെന്റിമീറ്റർ ഉണ്ട് അല്ലേ? അതിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ വായിക്കാൻ വേണ്ടി ഉള്ള സൗകര്യത്തിന് വേണ്ടി ഇതിനെ സ്കെയിൽ ചെയ്ത് വലുതാക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ 0.1 മില്ലിമീറ്റർ അതേപടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നഗ്നനേത്രത്തിൽ കൊണ്ട് കാണാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ റേഞ്ച് 500 ഇരട്ടി മുതൽ 1000 ഇരട്ടി വരെ. ഈ മാഗ്നിഫിക്കേഷൻ റേഞ്ച് കൂടും തോറും നമ്മൾ ഇതിന്റെ ലീസ്റ്റ് കൗണ്ടും അതുപോലെ തന്നെ ഇതിന്റെ ആക്യുറസിയും കൂടും. ആക്യുറസിയും പ്രിസിഷനും മാറിപ്പോകരുത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സിഗ്മ കമ്പറേറ്റർ? സിഗ്മ കമ്പറേറ്റേഴ്സ് ആ പേര് വരാൻ കാരണം ഒരു US കമ്പനിയാണ് സിഗ്മ. ഇതിന്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് പ്രശസ്തമായതാണ്. ബേസിക്കലി ഇത് മറ്റേ ഡയൽ ഗേജ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. മെക്കാനിക്കൽ ഫോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ എന്താണ് സിഗ്മ ഈ കമ്പനിക്കാർ ഡെവലപ്പ് ചെയ്ത ഒരു അറേഞ്ച്മെന്റ്. അപ്പോൾ അവർക്ക് അതിന്റെ പേറ്റന്റ് ലഭിക്കുമ്പോൾ ആ കമ്പറേറ്റേഴ്സ് മുഴുവൻ അവർ മാനുഫാക്ചർ ചെയ്യുന്നു. സോ ലൈക്ക് ദാറ്റ് കമ്പനീസ് ആർ കമ്മിങ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ചെറിയ ചെറിയ ഐഡിയകൾ പലതും നമ്മൾ അതിന് പുറകെ പോയി അത് ഡെവലപ്പ് ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ് വീഗാർഡിന്റെ ഓണർ അല്ലേ പള്ളി ഡെവലപ്പ് ചെയ്തെടുത്ത്. വോൾട്ടേജ് വേരിയേഷൻ ഇന്ന് സ്റ്റെബിലൈസറിന് അധികം പ്രാധാന്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അങ്ങനെ വോൾട്ടേജ് വേരിയേഷൻ വരില്ല. അണ്ടിനുള്ളത് നമ്മൾ മുമ്പിൽ ഇപ്പോൾ ഉള്ള ഏക ചലഞ്ച് എന്ന് പറഞ്ഞാൽ തണ്ടർ, ഇടിയുള്ള സമയത്ത് മാത്രമേ വോൾട്ടേജ് വേരിയേഷൻ വരുന്നു. പക്ഷെ പഴയ ആൾക്കാരോട് ചോദിച്ചറിയാം, അവർക്ക് വോൾട്ടേജ് വേരിയേഷൻ ഒരു നിത്യ ഫിനോമിനയാണ്. നമ്മുടെ ഇവിടെ വൈകിട്ട് ഒരു 7 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വീട്ടില് വോൾട്ടേജ് കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടാവും, പക്ഷെ തീരെ വോൾട്ടേജ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു വോൾട്ടേജ് വേരിയേഷൻ ഫിനോമിന ഉണ്ടായിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് ഐഡിയ ആയിരുന്നു സ്റ്റെബിലൈസർ എന്ന കൺസെപ്റ്റ്. അത് ക്ലിക്കായി. അതുപോലെ തന്നെ സിഗ്മ കമ്പറേറ്റർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഐഡിയയാണ്. ഇവരുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഐഡിയ? ഇവിടെ ഒരു പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നേരത്തെ പറഞ്ഞ എവിടെയാണോ ഈ സ്പ്രിങ് ലോഡ് ചെയ്ത് കിടക്കുന്നത് അത് ഇവിടെ ഇങ്ങനെ ഒരു L ഷേപ്പിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകും. ഈ പ്ലഞ്ചറിൽ നമ്മളിങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനത്തിലില്ലേ, ഈ സാധനം തിരിച്ച് ഇങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്യും. പിടിയിട്ടും ഞാൻ ഇതിന്റെ അനിമേഷൻ കാണിച്ചു. ഈ സാധനം താഴേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഒരു Y ഷേപ്പിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ Y ഷേപ്പിലുള്ള ബ്ലോക്കല്ല, ഒരു റിങ്, ആം, ആക്ച്വലി ആം എന്നാണ് എന്ന് പറയാം. Y ആം ഉണ്ട്. Y ആമിനോട് ചേർത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ ഒരു ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം അലോയ് ആണ്. അത് ഒരു ഗോൾഡൻ കളറിലിരിക്കുന്ന സാധനമാണ്. ബേസിക്കലി ഇതൊരു
സെൽഫ് ലൂബ്രിക്കേറ്റിംഗ്. അതിനകത്ത് നമ്മൾ അധികം ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അയൺ പോലെ പെട്ടെന്ന് തുരുമ്പിക്കുന്നതല്ലത്, ഒരു സ്വയമായിട്ട് തന്നെ ഒരു കുറച്ച് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയലാണ് ഫോസ്ഫർ ബ്രോൺസ്. അതിന്റെ മുകളിലൂടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇങ്ങനെ റോൾ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോ നോക്കാം. എന്താണ് സിഗ്മ കമ്പാരേറ്റേഴ്സ്? നമ്മൾ സിഗ്മ കമ്പാരേറ്ററിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ സാധനം. ഇത് നേരത്തെ ആ സെറ്റപ്പാണ് ഈ പെട്ടിക്കകത്ത്. സിഗ്മ കമ്പനിയുടെ പേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബേസിക്കലി ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഈ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട ഈ സാധനങ്ങളൊക്കെ അവിടെ നമ്മൾ കണ്ടതാണ്. ഒരു പ്ലഞ്ചർ, പിന്നെ ഒരു ലിവർ, പിന്നെ ഒരു എൽ ഷേപ്പിൽ ഒരു ബ്ലോക്ക്. മനസ്സിലായോ? ഈ സാധനം സ്ലിറ്റ് വാഷർ ഇതിന്റെ മൂവ്മെന്റ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകരുത്, സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലഞ്ചിന്റെ സ്ലിറ്റ് വാഷർ. ഇതിനെ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി കാണാം. ഈ സാധനമാണ് ഈ സാധനം. കാണാം, നമ്മൾ അവിടെ കണ്ടില്ലേ, അവിടെ കണ്ട ആ സാധനമാണ് ഈ സാധനം. ഇത് ഇങ്ങനെ എൽ ഷേപ്പിലാണ്. ഇതിൽ 2 ലിവർ വെർട്ടിക്കലായിട്ട്, ഒരു ലിവർ ഹൊറിസോണ്ടലായിട്ട്. ഇത് മൂവ് ചെയ്യണതാണ്, ഇത് ഫിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. താഴെ കാണുന്ന മൂവ് ചെയ്യുന്നതാണ് ഈ സാധനം. നമ്മളിവനെ ഉണ്ടല്ലോ കേട്ടോ, അറേഞ്ച്മെന്റ് ശ്രദ്ധിക്കുക, ഇതിന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇതിനെ മുകളിലേക്ക് തള്ളുമ്പോൾ ഇത് താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ സാധനം താഴേക്ക് വരും, ഈ ബ്ലോക്ക് താഴേക്ക് വരും ഇങ്ങനെ. മനസ്സിലാവുന്നില്ലേ? ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒരു വൈ ആമിലേക്ക് പിടിപ്പിക്കും. പിടിക്കുക. എന്നിട്ട് ഇവിടെ ഈ അമ്പും വില്ലും പോലെയാണ് ഈ സാധനം. അമ്പും വില്ലും, അമ്പിന്റെ വില്ലിന്റെ നൂല് പോലെയാണ് ഈ ഫോസ്ഫർ ബ്രോൺസിന്റെ സ്ട്രിപ്പ് കേട്ടോ. ഈ സാധനത്തിന് മുകളിലൂടെ ഇത് റോൾ ചെയ്യുമ്പോൾ ഇത് ഒരു റീഡിങ് തരും. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇതും ഈ ആംഗുലർ മൂവ്മെന്റ്, വെർട്ടിക്കൽ മൂവ്മെന്റും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനെയാണ് നമ്മൾ ഇതിന്റെ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഒരുപാട് മാഗ്നിഫിക്കേഷൻ ഉണ്ട്. ഇതിന്റെ ദൂരം കൂടും തോറും ഈ മാഗ്നിഫിക്കേഷൻ കൂടും. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഇത് ഇവിടെ ഈ ഒരു മാഗ്നിഫിക്കേഷൻ എന്താണ്? L/X. ഇവിടെ നിന്നുള്ള ദൂരം, ഇവിടെ കൊടുക്കുന്ന ദൂരം ബൈ കിട്ടുന്ന ദൂരം, അതുകൊണ്ട് ഒരു മാഗ്നിഫിക്കേഷൻ ഉണ്ട്. ഇവിടെയോ, ഇവിടെ കൊടുക്കുന്ന ദൂരം എത്രയാണ്? ഈ ചെറിയ റേഡിയസ്, ഇവിടെ കിട്ടുന്ന വലിയൊരു റേഡിയസ്. ഓവറോൾ 2 രീതിയിൽ മാഗ്നിഫൈ ചെയ്യുന്നുണ്ട്. L/X × R/R. അതായത് ഇവിടെ 1 മില്ലിമീറ്റർ ഒന്ന് തള്ളുകയാണെങ്കിൽ ഇവിടെ റിയാലിറ്റിയില് കണ്ടോ 1 മില്ലിമീറ്റർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് തള്ളുമ്പോൾ ഇത് മൂവ് ചെയ്യണം. എത്രയാണ്? 100 ആണെങ്കിൽ 100 മില്ലിമീറ്റർ മൂവ് ചെയ്യും. പിടികിട്ടിയോ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡിവൈഡ് ചെയ്യും. പിടികിട്ടിയോ? ഈ 100 മില്ലിമീറ്റർ നമ്മൾ 1 മില്ലിമീറ്റർ ആക്കിയിട്ട് 1/100 അതില് എന്താ പറയാ, 1 മില്ലിമീറ്റർ എന്ന് പറയാൻ റിയലിറ്റിയില് 1/100 മില്ലിമീറ്റർ ആയിരിക്കും. 0.01 മില്ലിമീറ്റർ ആയിരിക്കും ഇവിടെ 1 മില്ലിമീറ്റർ ആയിട്ട് കാണുന്നത്. മനസ്സിലായില്ലേ? മാഗ്നിഫൈ ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ KSRTC ബസ്സിന്റെ മോഡലുകൾ ഉണ്ടാക്കില്ലേ, ചിലവരിങ്ങനെ പേപ്പറിലൊക്കെ കാണില്ലേ? അപ്പൊ അവിടെ ഈ മോഡലുകൾ എന്ന് പറഞ്ഞാൽ 100 ഇരട്ടി ചെറുത്. ഇപ്പൊ നിങ്ങളുടെ വിൻഡോയ്ക്ക് 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു വിൻഡോ മോഡൽ വരുമ്പോൾ അത് 5 മില്ലിമീറ്റർ 10 മില്ലിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലുത്. ഇപ്പം വലിയൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ശരി, അതിന് മോഡലുകൾ ഉണ്ടാക്കാനേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ പോലെ മോഡൽ ഉണ്ടാക്കാൻ പറ്റില്ല. മോഡലും റിയാലിറ്റിയും തമ്മിലൊരു റിലേഷൻ വേണം. അതാണ് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ. സിഗ്മ കമ്പാരേറ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ വീണ്ടും ഈ സൈറ്റിൽ കയറി ഇതിന്റെ മോഡിഫിക്കേഷൻ ഇത് ഇംഗ്ലീഷിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതിന്റെ ഓവറോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് ഇൻറ്റു ഈ റേഡിയസ്, ഈ വലിയ റേഡിയസ് ഡിവൈഡഡ് ബൈ ഈ ചെറിയ റേഡിയസ്. മനസ്സിലായോ? ഇതാണ് നമ്മളുടെ സിഗ്മ കമ്പാരേറ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സ് 3 തീർന്നു. ഒന്ന് ഏതൊക്കെയാണ്? ഡയൽ ഇൻഡിക്കേറ്റർ, റീഡ് ടൈപ്പ്, സിഗ്മ. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ കമ്പാരേറ്റേഴ്സ്. ഇലക്ട്രിക്കൽ കമ്പാരേറ്റേഴ്സിന്റെ വീഡിയോ എൻ്റെ ഇല്ല, ഉണ്ടാവും, സെർച്ച് ചെയ്യണം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫിസിക്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ, ഇലക്ട്രിക്കൽ സൈഡിൽ.
നമ്മുടെ ഈ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് പറയണതെന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജ് ബാലൻസ് ആവണമെങ്കിൽ ഇതിന്റെ തിയറിയിലേക്ക് നമ്മൾ വലുതായിട്ട് കടക്കണ്ട. ബേസിക്കലി ഇലക്ട്രിക്കൽ സിഗ്നലിൽ വരുന്ന വേരിയേഷൻ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഇലക്ട്രിക്കൽ ഉപയോഗിച്ച് മെക്കാനിക്കൽ മെഷർ ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ ഒരു എനർജിയെ വേറൊരു എനർജി ആയിട്ട് മാറ്റിയതിന് ശേഷം, ഇപ്പോൾ ഏതെങ്കിലും ഒരു എനർജിയെ വേറൊരു എനർജി ആയിട്ട് മാറ്റിയതിന് ശേഷം അത് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുകയാണ്. ഉദാഹരണത്തിന് മെക്കാനിക്കൽ മൂവ്മെന്റ് ആണ് മറ്റേത് അല്ലെ. ഇപ്പോൾ ഒരു സാധനത്തെ തള്ളുമ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ മൂവ്മെന്റ് ആണ്. അതായത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. മനസ്സിലായില്ലേ? ഞാനൊരു സാധനത്തെ ഒരു ഡയലിൽ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അവിടെ ഞാൻ കുറച്ച് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു കുറച്ച് ഭാഗം ഓഫ് എനർജി മെക്കാനിക്കൽ ഇൻ ദ ഫോം ഓഫ് മെക്കാനിക്കൽ എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. എനർജിയെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. യു കൻ കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു എൻ നമ്പർ ഓഫ് ഫോംസ്, റൈറ്റ്? മെക്കാനിക്കൽ എനർജിയെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് വർക്ക് ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ കാലിബ്രേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇത്ര 1 മില്ലിമീറ്റർ കൈ ഉയർത്താൻ ഉപയോഗിച്ച എനർജി ഈക്വൽ ടു 1 വോൾട്ട് കറണ്ട് അവിടെ ഉത്പാദിപ്പിക്കുന്നത്. അങ്ങനെ രീതി നമുക്ക് കാലിബ്രേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിന് വേണ്ടത് R1/R2 ഈക്വൽ ടു R3/R4. ഇത് R1, R2, R3, R4 ആണെങ്കിൽ മനസ്സിലായി. ഇതൊരു DC ഡയറക്റ്റ് കറണ്ട്. നിങ്ങൾക്ക് DC AC എന്താണെന്ന് അറിയാം. DC ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും, AC ഇങ്ങനെ തരംഗങ്ങളായിട്ട് മൂവ് ചെയ്യുന്ന കറണ്ട്. നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന AC, ബാറ്ററിയിലൊക്കെ ഉള്ളത് DC. ഇത് തിരിച്ച് കൺവെർട്ടർ ഉപയോഗിച്ച് AC DC ആക്കാം, DC AC ആക്കാം ബേസിക്കലി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മറ്റതേ പ്രിൻസിപ്പിൾ തന്നെ. നമ്മളൊരു സ്റ്റാൻഡേർഡ് പീസ് എടുക്കുന്നു, ഒരു വർക്ക് പീസ് ഏതാണോ മെഷർ ചെയ്യാനുള്ളത് എടുക്കുന്നു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊരു AC ഇതിലാകുമ്പം ഈ റെസിസ്റ്റൻസിന് പകരം ഒരു ഇൻഡക്ഷൻ കോയിലായിരിക്കും ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ കോയിലായിരിക്കും. ഈ ഇൻഡക്ഷൻ കോയിൽ 2 ഇങ്ങനെ സീരീസ് ആയിട്ട് പിടിപ്പിക്കുക. അതിൻ്റെ നടുക്കൊരു സോഫ്റ്റ് ആയിട്ട് പ്ലേറ്റ് വെക്കുക. അത് കഴിഞ്ഞ് ഇതാണ് ഇതിന്റെ മെഷറിംഗ് ഹെഡ്. ഈ തള്ളുമ്പോൾ ഈ സോഫ്റ്റ് അയൺ പ്ലേറ്റിന് മൂവ്മെന്റ് ഉണ്ടാവും, മുകളിലേക്കും താഴേക്കും അല്ലെ. ഇവിടെ പ്രഷർ കൂടുതലാണ്. ഇത് 40 മില്ലിമീറ്റർ മെഷർ ചെയ്യണം, പക്ഷെ 42 ആണെങ്കിൽ എന്താണ് ഈ സ്റ്റൈലസ്, ഇതിനെയാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. പ്രോബിന്റെ ആ പ്ലഞ്ചറിന്റെ വേറൊരു പേരാണ് സ്റ്റൈലസ്. ഈ സ്റ്റൈലസ് മുകളിലോട്ട് പോകുമ്പോൾ ഈ സാധനം അങ്ങോട്ട് പോകും. അപ്പൊ ഇവിടുത്തെ ഇൻഡക്ടൻസ് വേരി ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇലക്ട്രിക്കൽ ഡിഫറൻസ് കാണിക്കും. ഇവിടെ 1 മില്ലിമീറ്റർ മുകളിലേക്ക് തള്ളതാണ്. ഇപ്പൊ 40 മില്ലിമീറ്റർ 41 മില്ലിമീറ്റർ ആണെങ്കിൽ ആ 1 മില്ലിമീറ്ററിന് തത്തുല്യമായ ഇൻഡക്റ്റീവ് ഡിഫറൻസ് എത്രയാണോ അത്രയും ഇവിടെ മെഷർ ചെയ്തിട്ട് നമ്മൾ പറയും ഇത് 40 അല്ല 41 39 ആണെങ്കിലോ ഇത് താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ എന്താണ്? ഇതിന്റെ വേരിയേഷൻ വരും. അതേപോലെ തന്നെ മെഷർ ചെയ്യും. സോ ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രിക്കൽ കമ്പാരേറ്റേഴ്സ്. അടുത്തത് ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സ്. ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സിന് വേറൊരു വാക്കുണ്ട്, ഒപ്റ്റിക്കൽ മെക്കാനിക്കൽ കമ്പാരേറ്റേഴ്സ്. അത് കഴിഞ്ഞ് ന്യൂമാറ്റിക് കമ്പാരേറ്റർ, അത്രയും കൂടി ഉള്ളൂ. ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിറർ ഒപ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സും ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സും വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ചെക്ക്. ഇതാണ് ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സ്. ഇതില് നമ്മൾ ബേസിക്കലി ഒരു ലിവർ, മെക്കാനിക്കൽ ലിവർ. നിങ്ങൾ ഇങ്ങനെയുള്ള ലിവർ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ ലിവർ ഇപ്പം നിങ്ങളൊരു ചെറിയ കഷ്ണം പ്ലേറ്റ് എടുക്കുക, നിങ്ങളുടെ വിരലിൻ്റെ വലിപ്പമുള്ള, നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ വലിപ്പമുള്ള ലിവർ എടുക്കുക. ലിവർ എടുത്തിട്ട് ശേഷം അല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ നടുക്ക് കൊണ്ട് ഇതുപോലൊരു സാധനം സപ്പോർട്ട് വെക്കുക. അപ്പോൾ നിങ്ങളിതൊരു സീസോ പോലെ ആയിരിക്കും. സീസോ പാർക്കിൽ കണ്ടിട്ടില്ലേ? അതായത് താഴെ 1 മില്ലിമീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇടത്ത് വശത്ത് 1 മില്ലിമീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലത്ത് വശത്ത് 1 മില്ലിമീറ്റർ മൂവ് ചെയ്യും.
പക്ഷെ ഇതിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അടുത്തോട്ട് കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുക? ഇവിടെ 1 മില്ലിമീറ്റർ പോകുമ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ മൂവ് ചെയ്യും, മാഗ്നിഫൈ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മനസ്സിലായില്ലേ? അത് എത്ര മാഗ്നിഫൈ ചെയ്യും? അത് എത്ര ദൂരം നീക്കി വെച്ചു എന്ന അടിസ്ഥാനത്തിൽ, മനസ്സിലായില്ലേ? ഇത് കൂടുതൽ അടുത്താണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ചെറിയ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ കുറെ ഉണ്ടാവും. ഇത് ഇങ്ങോട്ടാണെങ്കിലോ ഇവിടെ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവും, ഇവിടെ ചെറിയ മൂവ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച്, മനസ്സിലായില്ലേ? ഈ ഈക്വൽ ആകുന്ന എപ്പോഴാണ്? കറക്റ്റ് നടുക്ക് വെക്കുമ്പോൾ. ഇതൊരു സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം, ഒരു ലിവർ മെക്കാനിസം ആണ്. ഇതില് നമ്മൾ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും. ഇവിടെ ഒരു മാഗ്നിഫിക്കേഷൻ ഉണ്ട്, മനസ്സിലായോ? ഇത് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ ഒപ്റ്റിക്കൽ കമ്പാരറ്റേഴ്സിൽ വരികയാണ്. ഒപ്റ്റിക്കൽ കമ്പാരറ്റേഴ്സിൽ ബേസിക്കലി ഉപയോഗിക്കുന്നത് ഒരു ലൈറ്റ് സോഴ്സ് ആണ്. ഈ ലൈറ്റ് സോഴ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ വന്ന് വീഴുന്ന ആംഗിൾ ഈക്വൽ ടു അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിൾ. കിട്ടിയോ? ഒരു സാധനത്തിൽ അതിന്റെ മുകളിലേക്ക്, ഞാനത് പറഞ്ഞുതരാം, അതിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്ന ആംഗിൾ ഈക്വൽ ടു അതിന്റെ റിഫ്ലക്ട്. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മിറർ ഉണ്ട്. മിററാണ് ഇതിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഏറ്റവും നന്നായി എല്ലാവരും റിഫ്ലക്ട് ചെയ്യും, പക്ഷെ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് മിററാണ്. അതിലേക്ക് നമ്മളൊരു ലൈറ്റ് സോഴ്സ് ഇങ്ങനെ വന്ന് വീഴാണ്, അത് റിഫ്ലക്ട് ചെയ്ത് പോവാണ്. അപ്പൊ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്ന് വീഴുന്ന ആംഗിൾ ഈക്വൽ ടു ഈ ഹൊറിസോണ്ടലിൽ നിന്നും പക്ഷേ തീറ്റ അല്ലെങ്കിൽ ആൽഫ ആണെങ്കിൽ, തീറ്റ ആണെങ്കിൽ ഈ റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളും സെയിം ആയിരിക്കും. പിടികിട്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തെ നമ്മൾ ടിൽറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഈ മിററിനെ കണ്ടോ, ഇതൊരു ഗേജ് പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഗേജിൽ നമുക്ക് ഇതല്ലേ വേണ്ടേ? ഈ സ്വിൻഡ്ലിംഗ് മൂവ്മെന്റ് അല്ലേ വേണ്ടത്? നമ്മൾ ഒരു ഗുണമുണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ നമ്മൾ ആൽഫ പൊക്കി കഴിഞ്ഞാൽ, ആൽഫയാണ് നമ്മൾ ഈ മിററിനെ ടിൽറ്റ് ചെയ്തെങ്കിൽ, ഈ ഇൻസിഡന്റ് റേ 2 ആൽഫ 2 ഇരട്ടി റിഫ്ലക്ട് ചെയ്യും. ഇവിടെ വന്ന് വീഴുന്നത് ഈക്വൽ ടു ഇവിടെ വന്ന് വീഴുന്നു, മനസ്സിലായില്ലേ? അതായത് ഈ ആംഗിൾ, ഇവിടെ വന്ന് വീഴുന്ന ആംഗിൾ ഈക്വൽ ടു ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിൾ. പക്ഷേ ഇത് സോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ, ഈ വന്ന് വീഴുന്ന സാധനത്തെ നമ്മൾ ആൽഫ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിഫ്ലക്ട് ചെയ്യുന്നത് 2 ആൽഫ 2 ഇരട്ടി റിഫ്ലക്ട് ചെയ്യും. നമുക്കിവിടെ നമുക്ക് വേണ്ടതും അതാണ്. നമുക്കിതിനെ മാഗ്നിഫൈ ചെയ്യണം, മനസ്സിലായില്ലേ? നമ്മൾ ഈ 1 മില്ലിമീറ്റർ എന്നുള്ളതിനെ വലുതാക്കി കാണണം മൂവ്മെന്റ്, മനസ്സിലായി? 1 മില്ലിമീറ്റർ അതേപടി 1 മില്ലിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് പോയി നോക്കേണ്ടി വരും, കാണാൻ പറ്റില്ല അത്, മനസ്സിലായില്ലേ? അപ്പോൾ 2 തരം മാഗ്നിഫിക്കേഷൻ. ആദ്യത്തെ മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഒരു എസ് ഷേപ്പ് ഒരു ലിവറിലൊരു മാഗ്നിഫിക്കേഷൻ ഉണ്ട്, പ്ലസ് ഈ പറയുന്ന ലൈറ്റ് റേയിലും വേറൊരു മാഗ്നിഫിക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഇത് ഇവിടെ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് വർക്ക് പീസ് വെച്ച് മെഷർ ചെയ്യണം. മെഷർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മാഗ്നിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? ഇതിന്റെ ലിവർ നടുക്കല്ല, ലിവർ ഇങ്ങോട്ട് ഇടത്തോട്ട് മാറി നിൽക്കുന്നു, മനസ്സിലായില്ലേ? ഇവിടെ ഇത് ഒരു മില്ലിമീറ്റർ പൊങ്ങുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു 4-5 മില്ലിമീറ്റർ പൊങ്ങും. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യണത്? ഈ പൊക്കുന്നതും താത്തുന്നതും ഏതാണ്? ഈ മിററാണ്. ഈ മിറർ വീണ്ടും 2 ഇരട്ടി മാഗ്നിഫൈ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഇവിടെ കിട്ടുന്ന മാഗ്നിഫിക്കേഷൻ. ഇവിടെയാണെങ്കിൽ 2 ഇരട്ടി ഇവിടെ കിട്ടും. ഇവിടെയാണെങ്കിൽ എത്ര നീക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് കിട്ടും. ഇപ്പൊ നിങ്ങളുടെ വർക്ക് പീസ് നിങ്ങൾ ഏതാണോ മെഷർ ചെയ്യാനുള്ളത് അത് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ മൂവ് ചെയ്യിപ്പിക്കുക. മൂവ് ചെയ്യുമ്പോൾ അത് പൊങ്ങിയാണ് നിൽക്കണമെങ്കിൽ എന്താണ്? ഇത് ഇങ്ങോട്ട് തള്ളും. താന്നാണെങ്കിൽ ഇത് താഴേക്ക് വരും. അപ്പൊ അതനുസരിച്ച് ഈ ആംഗിള് വേരി ചെയ്യും. അത് എത്രയാണ് പൊങ്ങിയത് താന്നെന്ന് അറിയാൻ വേണ്ടി ഈ റേസ് ഡിഫ്ലക്ട് അതനുസരിച്ച് ഡിഫ്ലക്ട് ചെയ്യും. ഈ റേ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു ടോർച്ച് അടിച്ച റേ കിട്ടില്ല, ഇത് സ്കാറ്റർ ചെയ്ത് പോകും. ഇത് സ്കാറ്റർ ചെയ്തതിന് ഒരു കണ്ടൻസർ ലെൻസിലൂടെയും പ്രൊജക്ഷൻ ലെൻസിലൂടെയും കടത്തി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിനെ മിററിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഒരു കാലത്ത് വളരെയധികം പോപ്പുലർ ആയിരുന്നു ഈ സാധനം. പിന്നീട് ഇത് അത്ര പോപ്പുലർ ആയില്ല, കാരണം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്ത് ഒരുപാട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് ഗേജുകളൊക്കെ വന്നതോടുകൂടി ഇതിന്റെ പ്രാധാന്യം കുറച്ചൊക്കെ കുറഞ്ഞു. എങ്കിലും പല കമ്പനികളിലും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏതാണ് മെഷർ എടുക്കണോ, എത്ര താന്നോ, ഇതേ താന്നോ, എത്ര താന്നോ, ഇത്രയും വരും. നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ, മനസ്സിലായല്ലേ? ഇത് പൊങ്ങി, എത്ര പൊങ്ങി, മുകളിലേക്ക് പോയി, താഴേക്ക് വരുമ്പോഴേ ഇങ്ങോട്ട് വരും. കിട്ടിയോ? ഇങ്ങനെയാണ്
മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സ്. ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സ് ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് നമുക്ക് എന്താണ് ന്യൂമാറ്റിക് എന്നൊന്ന് നോക്കാം. ന്യൂമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ സാധനത്തിനും ന്യൂമാറ്റിക് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഇങ്ങനെ ചെയിനായിട്ട് മൂവ് ചെയ്യുന്നത്. ഈ മൂവ് ചെയ്യുന്നതൊക്കെ ഒരുപക്ഷെ ന്യൂമാറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് എന്താണ് ന്യൂമാറ്റിക് എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ എയർ ആണ് ബേസിക്കലി ന്യൂമാറ്റിക്കിലെ എലിമെന്റ്. ഇപ്പോൾ ഹൈ പ്രഷറുള്ള എയറിൽ പ്രഷർ എനർജിയാണ് അല്ലെ. ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ P/ρg. പ്രഷർ എനർജിയാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ പ്രഷർ, ഹൈ പ്രഷർ. ഇപ്പം നിങ്ങൾക്ക് ഒരു സാധനത്തെ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നിങ്ങളൊരു ടേബിളിൽ ഒരു ചെറിയ പേപ്പർ കട്ട് ചെയ്തിട്ട ശേഷം നിങ്ങൾ ശക്തമായിട്ട് അതിനെ ബ്ലോ ചെയ്യും. ഊതുമ്പോൾ എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? നിങ്ങൾ അത് പറന്നങ്ങ് പോവുകയാണ്. അതൊരു മെക്കാനിക്കൽ ആക്ഷൻ. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഒരു ശക്തമായ എയർ, ഹൈ പ്രഷർ എയറിനെ അതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് പറന്നു പോകും. ബേസിക്കലി എന്താണ് അത് സംഭവിക്കുന്നത്? നിങ്ങളുടെ അവിടുത്തെ ന്യൂമാറ്റിക് സിലിണ്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലങ്സ് ആണ്. നിങ്ങളുടെ ലങ്സിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന എയറിനെ ശക്തമായി പുറത്തേക്ക് പമ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ന്യൂമാറ്റിക് ബ്രേക്കൊക്കെ ഉള്ളത് റിലീസ് ചെയ്യുന്ന ഇങ്ങനെ ശബ്ദം കിട്ടണം. ഇങ്ങനെ ഗ്യാസ് പോകുന്നത് കേട്ടിട്ടില്ലേ? ബസ്സിലൊക്കെ എയർ ബ്രേക്ക് ഒക്കെ ഉള്ളപ്പോൾ എയർ ബേസിക്കലി ഹൈ പ്രഷറൈസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ അത് സോഴ്സ് ഓഫ് എനർജിയാണ്. ഇവിടെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്. ഇത് വളരെ പോപ്പുലറാണ് കേട്ടോ ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സ്. നിങ്ങൾ എവിടെയൊക്കെ ഈ ഓട്ടോമൊബൈൽ കമ്പനികളിലൊക്കെ എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങളിത് കാണും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഓർക്കും. മെക്കാനിക്കൽ നമ്മളിത് പറഞ്ഞു, മെക്കാനിക്കൽ പറഞ്ഞു, ഇലക്ട്രിക്കൽ പറഞ്ഞു. ന്യൂമാറ്റിക്കൽ ഏറ്റവും പോപ്പുലറാണ് സോളക്സ് ന്യൂമാറ്റിക്, ഫ്രീ ഫ്ലോ ബാക്ക് പ്രഷർ. അത് രണ്ടും അത്ര ഇതില്ല, നമുക്ക് ടെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് സോളക്സ് ന്യൂമാറ്റിക്. എന്താണ് ഈ ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സ്? നമുക്കതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, അതിൻ്റെ പാർട്സ്, അതിൻ്റെ വർക്കിംഗ്, ഇത്രയാണ്. പിന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവാനുള്ളതുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ എടുത്ത ആൾക്ക് താങ്ക്സ്. ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ആദ്യം വേണ്ടത് ഒരു ന്യൂമാറ്റിക് കമ്പാരേറ്റേഴ്സിന് ഒരു കംപ്രസറാണ്. മനസ്സിലായില്ലേ? ഒരു എയർ കംപ്രസർ. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ടയറൊക്കെ പഞ്ചറായി വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ടയർ കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കംപ്രസർ, ഒരു സ്ക്രൂ കംപ്രസറാണ്. സ്ക്രൂ കംപ്രസർ ഇരിക്കണ്ടോ? ബേസിക്കലി ഒരു സ്ക്രൂവിൻ്റെ ആക്ഷൻ വഴി എയറിനെ നമ്മൾ കംപ്രസ് ചെയ്യുകയാണ്. മനസ്സിലായി? ഇവിടെ ഒരു ഫ്ലൈ വീൽ ഉണ്ടാവും, ഒരു മോട്ടർ ഉണ്ടാവും. ആ മോട്ടർ ഉപയോഗിച്ചാണ് കംപ്രസർ റൺ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളത് പെട്രോൾ പമ്പിലൊക്കെ ഇതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിലുള്ള ഒരു ഫിൽറ്ററാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പൊടി ഉണ്ടാവും അല്ലെ. അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ എയർ എടുക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് എയർ എടുത്തതിന് ശേഷം ഇതിനെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ജാറിൽ കണ്ടോ ഈ ലൈൻ പോകണം. ഈ ലൈനിൽ നിന്ന് ഒരു ബ്രാഞ്ച് താഴേക്ക് എടുക്കും. മനസ്സിലായല്ലോ? ആ താഴെ എടുക്കുമ്പം ഇതൊരു മാനോമീറ്റർ പോലെ നമുക്ക് എന്താണ് മാനോമീറ്റർ പോലെ ഒരു യു ഷേപ്പ് ഉള്ള ഒരു മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രഷർ മെഷർ ചെയ്യാനാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും, ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. ഈ ലൈനിൽ നിന്ന് കുറച്ച് എയർ ഇങ്ങോട്ട് പോവും, വേറെ ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ നേരെ പോവും. ഇതിൽ നിന്നൊരു ചെറിയൊരു ലൈൻ ഇവിടേക്ക് വരും, കുറച്ച് എയർ ഇങ്ങോട്ടും വരും. അപ്പം ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യും. ഇവിടെ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഈ വെള്ളം തള്ളി 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 ഇങ്ങോട്ട് പോകും. ഈ വെള്ളം എത്രയാണ് ഇവിടെ തള്ളിയത് അത്രയും ഇവിടെ പൊങ്ങും. മനസ്സിലായോ? അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഒറിഫേസ് വെച്ചിട്ടുണ്ടാവും. ഒറിഫേസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എയർ ഇങ്ങനെ ഫോമിലല്ല വരും, ഇങ്ങനെ കൂടുതൽ കുറഞ്ഞ് പോക്കറ്റൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ഇതിലൂടെ കയറുമ്പോൾ യൂണിഫോം ആയിട്ട് പോകും, സ്മൂത്തായിട്ട് പോകും. ഇല്ലല്ലോ? ഉദാഹരണത്തിന് നിങ്ങളൊരു പൈപ്പ് എടുത്ത് അതിലിങ്ങനെ തമ്പും ചെറിയ ഗാർഡൻ ഹൗസിൻ്റെ ഒക്കെ പുറത്തിങ്ങനെ കൈവിരൽ വെച്ച് കഴിയുമ്പോൾ അത് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. കാരണം അവിടെ ഏരിയ കുറയുമ്പോൾ അവൻ
നല്ല ഇങ്ങനെ സ്മൂത്തായിട്ട് വേര് കൂടുമ്പോൾ എന്താണ് അതിങ്ങനെ താഴേക്ക് വീഴും ഇറഗുലറായിട്ട്. അത് കഴിഞ്ഞൊരു ഫ്ലെക്സിബിൾ ഹോസാണ് കേട്ടോ. നിങ്ങൾക്ക് ഗേജ് ചെയ്യുന്ന ഹെഡ് ഇത്, ഇനി മെഷറിംഗ് ഹെഡ്. ഇനി എങ്ങനെയാണിത് മെഷറിംഗിന്റെ സൗണ്ട് ഞാൻ ഓൺ ചെയ്യാം. Of pneumatic comparator. In this comparator, compressed air is used as an operating medium. At first, the air is compressed in the air compressor. Then the compressed air from the compressor passes through the air filter. All the dust particles present in the air are separated from the air in the air filter, and only pure air passes through the filter. After passing from the filter, the air pipe is divided into two ways. Some air goes to the tank, and some goes to their restricted jet or orifice. As air enters the water tank, bubbles will be created in the tank, and the rest of the air which passes through the orifice reaches the gauging head through a flexible tube. A controlled amount of air passes through the orifice with the required pressure in it. At this time, the manometer shows the initial pressure by which the air passes to the gauging head. The workpiece or the job is reciprocated along the gauging head. This gauge head is generally used to examine the internal diameter of a cylinder, whether it has irregularities or not, in its internal diameter. This gauge head is inserted into the cylinder, and both jets in the gauge head faces towards the internal wall of the cylinder. The internal wall of the cylinder restricts the air coming out of the jet of the gauging head. Based on the gap between the jet and internal wall of the cylinder, back pressure will be created, as the internal wall restricts the air coming from the jet. When the back pressure is created, the air which is passing through the gauging head will return back, and it will go inside the manometer tube, and this backflow of air will push down the water inside the manometer. At first, a standard workpiece is taken in which the internal wall is perfectly flat. This standard workpiece is used to calibrate the pneumatic comparator. Using this standard workpiece, the water height as the manometer is adjusted so that it is equal to the height of water in the tank. This standard workpiece is known as a reference workpiece because it is used to get the reference pressure in the manometer. When the gauge head of the pneumatic comparator is placed inside a cylinder which is to be examined, the air hits the internal wall of the cylinder, and if there are any irregularities in the internal wall, the back pressure in the comparator is created, and the water inside the manometer is pushed down. Hence, the water level inside the manometer falls, and we get a height difference between the water level of tank and water level of the manometer. This height difference is denoted by delta H. So if the delta H value is high, then we can say that more amount of roughness is there at the position of the cylinder where the gauge head is placed. After the gauge head is okay, മനസ്സിലായി, ഫോളോ ചെയ്തവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാൻ ഞാൻ ബേസിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? Generally used to examine the internal diameter of a cylinder orifice. As air enters the water. ഇവിടെ നമ്മുടെ എയർ ഇതിലേ വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇതാണ് ഗേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. ഇത് പൊതുവെ ഇന്റേണൽ ഡയമീറ്റർ മെഷർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. 99% ഇന്റേണൽ ഡയമീറ്റർ. ഉദാഹരണത്തിന് നിങ്ങളുടെ ബൈക്കിന്റെ ബോർ, എഞ്ചിൻ ബോർ, ഈ പിസ്റ്റൺ റെസിപ്രിക്കേറ്റ് ചെയ്യുന്ന എഞ്ചിന്റെ ബോർ, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ പാത്രം, ഗ്ലാസിന്റെ അകത്തെ വട്ടം, ഇന്റേണൽ ഡയമീറ്റർ മെഷർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു 50 മില്ലിമീറ്റർ മെഷർ ചെയ്യണം. 50 മില്ലിമീറ്റർ വലുപ്പമുള്ള ഒരു ബോറാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 48 മില്ലിമീറ്റർ വലുപ്പമുള്ള ഒരു ഐഡിയൽ ഹെഡ് കിട്ടും. മനസ്സിലായോ? നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 50 നമ്മളൊരു 48 മില്ലിമീറ്ററിന്റെ വലുപ്പമുള്ള ഒരു നല്ല ഐഡിയൽ സാധനം ഉണ്ടാക്കും. അതിനുശേഷം ഈ 48 മില്ലിമീറ്ററിന്റെ സാധനം 50ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വാൾ തിക്നെസ് എത്രയാണ്? ഈ ഗ്യാപ്പ് എത്രയായിരിക്കും? 50 മൈനസ് 48, 2 മില്ലിമീറ്റർ. അതായത് 1 മില്ലിമീറ്റർ ഇവിടെയും 1 മില്ലിമീറ്റർ ഇവിടെയും. റേഡിയലി 1 മില്ലിമീറ്ററും ഡയമട്രിക്കലി 2 മില്ലിമീറ്റർ അല്ലേ? അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യും? ഇവനെ ഈ എയറിനെ ഇതുവഴി കടത്തി വിടും. മനസ്സിലായില്ലേ? ഇതിലെ ഇങ്ങനെ വെള്ളം, ഇവിടെ വെള്ളം ഉണ്ടാവും, ഇവിടെ വെള്ളം ഉണ്ടാവും. അപ്പം ഇത് രണ്ടും ഒരേ ലൈനിലായിരിക്കണം. അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ലോസ് കാരണം. അത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് എയർ അങ്ങനെ പുറത്തോട്ട് പോകും. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് ഇപ്പൊ 50 മില്ലിമീറ്ററുള്ള ബോറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു റിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയൽ 50 മില്ലിമീറ്ററിന്റെ ഗേജ് എടുക്കുക. സ്ലിപ്പ് ഗേജ് കൊണ്ട്, സ്ലിപ്പ് ഗേജ് പോലത്തെ 50ന്റെ കറക്റ്റ് 50 ഉള്ള ഒരെണ്ണം കൊണ്ടുവരിക. എന്നിട്ട് അതിനെ നമ്മൾ ആദ്യം മെഷർ ചെയ്യും. അതിനെ മെഷർ ചെയ്യുമ്പോൾ എന്താണ്? അതിനെ മെഷർ ചെയ്യുമ്പം ഈ ഗേജ് ഹെഡിനെ ഇതിനകത്തേക്ക് കടത്തിവിടും. അകത്തേക്ക് കടത്തിവിടുമ്പോൾ കണ്ടോ
ഈ എയർ പുറത്തോട്ട് പോയില്ലേ, ഇത് ബ്ലോക്ക് ആവുമ്പോൾ എന്ത് ചെയ്യും, ഇത് തിരിച്ചിങ്ങോട്ട് അടിക്കും കുറച്ച് എയർ ബാക്കിലേക്ക്. പിന്നെ ബാക്ക് പ്രഷർ ഡെവലപ്പ് ചെയ്യും ഈ ലൈനിൽ. ഈ ലൈനിൽ ഒരു ബാക്ക് പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് എന്താണ് സംഭവിക്കുക, ഈ ബാക്ക് പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ എയർ ഇതിലെ തിരിച്ചു വന്നിട്ട് ഇതിനെ പുഷ് ചെയ്യും. ഇതിനെ പുഷ് ചെയ്യുന്ന ഉടനെ എന്ത് ചെയ്യും, ഈ ലെവല് വ്യത്യാസം വരും. കിട്ടിയോ? ഈ ലെവല് വ്യത്യാസം വരുമ്പോഴേക്കും നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള എന്താണോ നിങ്ങൾ സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യാനുള്ളത് അതിനെ ഇവിടെ കാലിബ്രേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് 1 മില്ലിമീറ്റർ ഗ്യാപ്പ് വരുമ്പോൾ എത്രയാണോ എയർ ബാക്കിലേക്ക് വരുന്നത് ആ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്തിട്ട് അതിനെ 0 സെറ്റ് ചെയ്തങ്ങ് വെക്കും. മനസ്സിലായി? അത് ഓക്കെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റിനെ കൊണ്ടുവരും. കിട്ടിയോ? കൊണ്ടുവന്ന് ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അതിനങ്ങ് നിർത്തി. ഇപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് സാധ്യത കൊണ്ടുവന്ന് അതിനെ 0 ആയിട്ട് സെറ്റ് ചെയ്തങ്ങ് നിർത്തി. മനസ്സിലായി? ഇതിപ്പോ ഒരു ബാക്ക് പ്രഷർ ഉണ്ട് ഇതിൽ. ബാക്ക് പ്രഷർ വരുമ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വരും. അതിനെ നമ്മൾ 0 ആയിട്ട് ഇങ്ങനെ, ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൽ കാണാം. നിങ്ങൾ ഇതിലെ ഒരു റീഡിംഗ് ആയിട്ട് കാണുകയുള്ളൂ. ഇതിനകത്ത് നടക്കുന്ന കഥയാണ് ഞാൻ പറയണത്. ഇതാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ്, യഥാർത്ഥ സാധനം. മനസ്സിലായോ? അതിന്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സുഖകരമായ ഒരു ഇതല്ല, ഒരുപാട് ഐഡിയൽ ആയിട്ടല്ല, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ എന്താണ്, ചില സ്ഥലങ്ങളിൽ ഇത് തള്ളി അകത്തേക്ക് ഇരിക്കും, ചില സ്ഥലങ്ങളിൽ ഇത് പുറത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ എയർ കിടക്കുമ്പോൾ ഇതിന്റെ ബാക്ക് പ്രഷറിൽ വ്യത്യാസം വരും. ഇപ്പൊ അധികം ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ ഈ എയർ കടന്നു പോകും. പ്രഷർ എപ്പോഴാണ് കൂടുന്നത്, ഈ എയർ ഫ്ലോയെ കൂടുതൽ തടുക്കുമ്പോൾ കൂടുതൽ പ്രഷർ ഉണ്ടാവും. മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾ ചെറിയ ഹോസിൽ വെള്ളം എക്സാമ്പിൾ ഞാൻ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കൈ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് അടയ്ക്കുമ്പോൾ ആ ഹോസിൽ പ്രഷർ കൂടും. എവിടെയെങ്കിലുമൊക്കെ ജോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങ് പൊട്ടിത്തെറിക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഗാർഡനിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അത് പ്രഷർ വന്നിട്ട് എവിടെയെങ്കിലും ജോയിന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് വിട്ടുപോകും. പ്രഷർ കൂടുന്നുണ്ടാണല്ലോ ലൈനിൽ. അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്യാപ്പ് കൂടുമ്പോൾ എന്താണ്, പ്രഷർ കുറയും. ഇതിങ്ങനെ അകത്തേക്ക് ഇതുണ്ട്, ഇവിടെ ഇത് അകത്തേക്കാണ്, ഇത് പുറത്തോട്ടേക്ക്. ഇവിടെ ഗ്യാപ്പ് കൂടുതലാണ്, അപ്പൊ കൂടുതൽ എയർ പുറത്തോട്ട് പോകും. അപ്പൊ എന്താണ്, ഈ ബാക്ക് പ്രഷർ കുറയും. ഇവിടെ ഇങ്ങോട്ട് തള്ളി നിൽക്കുകയാണെങ്കിലോ ഈ ബാക്ക് പ്രഷർ കൂടും. ബാക്ക് പ്രഷർ കൂടുമ്പോഴും കുറയുമ്പോഴും ഈ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലൊരു ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയമീറ്റർ ഇത് എത്രത്തോളം പുറകോട്ടും താഴോട്ടും ഉണ്ട് എന്ന് ഉള്ളതിന്റെ ഒരു മാഗ്നിഫൈഡ് ഇതായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത് 0.1 മില്ലിമീറ്റർ വ്യത്യാസമാണെങ്കിൽ ഇവിടെ 2-3 മില്ലിമീറ്റർ ആയിരിക്കും. പക്ഷെ നമ്മൾ 0.1 എന്ന് തന്നെ ആയിരിക്കും റീഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ ഒരു ഡിഫറൻസ് വന്നു, ഈ ഡെൽറ്റ എച്ച്. ഈ ഡെൽറ്റ എച്ചിനെ നമ്മൾ കാലിബ്രേറ്റ്, അതിനാണ് കാലിബ്രേറ്റ്. ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾ എഴുതുമ്പോൾ ദിസ് ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഡെൽറ്റ എച്ച് ഇസ് ബീൻ കാലിബ്രേറ്റഡ് ആസ് ദ ഡയമീറ്റർ ഡിഫറൻസ്. മനസ്സിലായി? ഇത് 50 ഒരു 50.2 അപ്പൊ നിങ്ങൾ ഒരിടത്ത് മെഷർ ചെയ്ത്, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇതുപോലെ ഒരു സാധനം, ഇതൊരു ബുഷ് നിങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തു. നിങ്ങൾ പറയണത് ഇതിന്റെ അകത്തില്ല, ഇത് 50 മില്ലിമീറ്റർ ആണ്. അപ്പൊ അയാൾ ചോദിക്കും 50 മില്ലിമീറ്റർ കൃത്യമായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല, അതിനൊരു ടോളറൻസ് വേണം. 50 ± 0.1, അതായത് 50.1 ഓക്കെയാണ്, 49.9 ഓക്കെയാണ്. ഇപ്പൊ 49.9 മുതൽ 50.1 വരെ ഇത് വേരി ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത് എവിടെ ചെക്ക് ചെയ്ത്, ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്താൽ ഒരു വാല്യൂ, ഇവിടെ ചെക്ക് ചെയ്ത വേറൊരു വാല്യൂ, ഇവിടെ ചെക്ക് ചെയ്ത വേറൊരു വാല്യൂ. മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇത് കൂടുതൽ ഉപയോഗപ്പെടും. ഈ സാധനത്തെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പാസ് ചെയ്താൽ മതി, റെസിപ്രോക്കേറ്റ് ചെയ്താൽ മതി ഈ ന്യൂമാറ്റിക് കമ്പറേറ്ററിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നോക്കിയിട്ട് പറയും ഇത് ഇവിടെ 50.8, 50.6, 50.1, 50.49.8 എല്ലാം ഈ ചെറിയ 49.9 മുതൽ 50.1 വരെയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇത് ഇവിടെ വരെ ഓക്കെയാണ്, 50.1 അകത്തും 49.9 ഇടയിലാണെങ്കിൽ. പക്ഷെ ഇത് ഇവിടെ വരുമ്പോണ്ടല്ലോ 50.2, 50.3 ആയി നിങ്ങൾ റിജക്ട് ചെയ്തു. പക്ഷെ നിങ്ങൾ ഈ സാധനം ഇത് ഇവിടെ നോക്കി വെർണിയർ വെച്ച് ഇവിടെ നോക്കി അത് പാസ് ചെയ്തിരുന്നെങ്കിലോ? മനസ്സിലായില്ലേ? നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും, മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ. ഇത്തരം സമയങ്ങളിലാണ് ന്യൂമാറ്റിക് കമ്പറേറ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൂടുതൽ ലെങ്ത്തിലേക്ക്, കൂടുതൽ ദൂരത്തേക്ക് ഇത് മെഷർ ചെയ്യണമെങ്കിൽ ന്യൂമാറ്റിക് കമ്പറേറ്റേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പടമൊക്കെ ഇതിനകത്തുണ്ട്, നിങ്ങൾ വരച്ച് നോക്കുക, വരയ്ക്കാൻ പഠിക്കുക. എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ നോക്കി വരച്ചാലും മതി. അനിമേഷൻ നോക്കിയിട്ട് ഇതാ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവമാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് സമാധാനത്തോടു കൂടി വായിച്ചു നോക്കി മനസ്സിലാക്കുക. ഇത് 1.4 പറയുക ഓരോ പ്രഷർ വാല്യൂ ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ്, ഇതിന് ഓരോ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും. നിങ്ങൾ പക്ഷേ
ഈ കടയിലൊക്കെ അല്ല നിങ്ങൾ മാനുഫാക്ചറിങ് സൈറ്റിലൊക്കെ പോയി അളന്ന് നോക്കുമ്പോൾ ഈ സാധനത്തിനകത്ത് നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാറ്റ് വരുന്നതാണ്, മനസ്സിലായി. എന്നിട്ട് ഇതിങ്ങനെ അടച്ചിങ്ങനെ വെക്കുമ്പോഴേക്കും ഒരു വാല്യൂ വരും, മനസ്സിലായി. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കമ്പാരേറ്റേഴ്സ് എല്ലാവരും നല്ലോണം പഠിക്കും. ഞാൻ ഒരുവിധം നന്നായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 3 കമ്പാരേറ്റേഴ്സ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ന്യൂമാറ്റിക്, ഇത് 3 പഠിക്കുക. വേറെ എന്തെങ്കിലും ഇതിന് മുമ്പത്തെ ടോപ്പിക്കിൽ സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂൾ. നമ്മൾ ഗേജ് പഠിച്ചു, കമ്പാരേറ്റർ പഠിച്ചു, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിഫറെന്റ് ഇത് പഠിച്ചു. അടുത്ത ദിവസം മുതൽ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടില്ല, നമ്മൾ നേരിട്ടായിരിക്കും അടുത്ത മോഡ്യൂള്. നമ്മൾ ഈ മാസം അവസാനം ആകുമ്പോഴേക്കും ഈ മോഡ്യൂളിന്റെ പകുതിയും കൂടെ തീർത്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളിത് പഠിക്കുക കേട്ടോ. പഠിച്ചിട്ട് ഇനി എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത് ആ സമയത്ത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ആണെങ്കിൽ പറഞ്ഞു തരാം ഡൗട്ടുള്ളത്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കലാണ് മാനുഫാക്ചറിങ്, വെൽഡിങ്. അടുത്തത് ഇനി നമ്മൾ മാനുഫാക്ചറിങ് കിടക്കുവാണ് കേട്ടോ. അടുത്ത വെൽഡിങ് ആണ്. വെൽഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. വെൽഡിങ് ഒരു വളരെ പോപ്പുലറാണ്, നമ്മുടെ വഴികളിലൊക്കെ പോയി കാണാം. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ പോയി വെരിഫൈ ചെയ്യാവുന്നതാണ്. ടിഗ് വെൽഡിങ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അതിൻ്റെ ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയോളം മുടക്കി അതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ മാസം നമ്മൾ ഷാപ്പിൽ നിന്ന് നമുക്കിതിവിടെ ചെയ്ത് കാണിച്ചു തരാം. ടിഗ് വെൽഡിങ് വളരെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിങ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ മെക്കാനിക്കൽ ലോകത്തേക്കാണ് കിടക്കുന്നത്. ഇവിടെ മെഷീനുകളും ഇരുമ്പും ഗേജിങ്ങും ഒക്കെ ഉള്ളൊരു ലോകമാണ്. അപ്പോൾ ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക, സബ്ജക്റ്റിനെ കൂടുതൽ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക. മെക്കാനിക്കൽ ഒരു വളരെ വാസ്റ്റായിട്ടൊരു ഇൻഡസ്ട്രിയാണ്, മേഖലയാണ്. ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് എത്തിപ്പറ്റാവുന്ന തൊഴിൽ മേഖലയുള്ള ഒരു മേഖലയാണ്. എൻ്റെ ഇത് പഠിച്ചു എന്ന് വിചാരിച്ചു നിങ്ങൾക്കിതിപ്പോൾ ഈ വെൽഡിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബോട്സ്വാനയിൽ ചെന്നാലും ബൊളീവിയയിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും ഗൾഫിൽ ചെന്നാലും എല്ലായിടത്തും വെൽഡിങ് ഉണ്ടാവും, മനസ്സിലാവും. പക്ഷേ അതുപോലെയല്ല ബാക്കിയുള്ള കാര്യങ്ങൾ. മലയാളം പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ സുവോളജി പഠിക്കുന്നവർക്കോ ഒക്കെ ഉള്ള ഒരു ലിമിറ്റേഷൻസ് നിങ്ങൾക്കില്ല. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിലത്തെ ഓരോ ടോപ്പിക്കും നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഗേജൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കമ്പാരറ്റേഴ്സ്, ഇതിലെ ന്യൂമാറ്റിക് കമ്പാരറ്റേഴ്സിന്, ഇപ്പോൾ ഇലക്ട്രിക്കൽ കമ്പാരറ്റേഴ്സിനൊക്കെ വലിയ കമ്പനികളുണ്ട്, 100, 500, 600 കോടി രൂപ ടേൺ ഓവറും. അപ്പം നമ്മളിതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കുക. എനിക്ക് നിങ്ങളെല്ലാവരും മെക്കാനിക്കൽ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. നമ്മുടെ ബാച്ച് പാസ്സായി വരുമ്പോഴേക്കും ഏതെങ്കിലും സബ്ജക്റ്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നവരോട് സംശയം ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. സ്റ്റഡി വെൽ.